ഓം ശ്രീ സായിരാം. എല്ലാമായ ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും സ്വാമിയുടെ പൂർണ്ണമായ അനുഗ്രഹമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മാനുഷിക മൂല്യങ്ങളെക്കുറിച്ച് ഭഗവാൻ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അതിനു മുമ്പ് ഈശ്വരനെ നമുക്ക് നിർവചിക്കാൻ പറ്റും. സാധാരണ പറയാറുണ്ട്, ടു ഡിഫൈൻ ഗോഡ് ഈസ് ടു ഡിനൈ ഗോഡ്. ഈശ്വരനെ നിർവചിക്കുക എന്ന് പറഞ്ഞാൽ ഈശ്വരൻ ഇല്ല എന്ന് പറയുന്നതിന് തുല്യമാണത്രേ. പക്ഷെ ഭഗവാനെ എങ്ങനെയാണ് നമുക്കൊന്ന് നിർവചിക്കാൻ ശ്രമിക്കുക? സ്വാമിയെക്കുറിച്ച് പറയാറുണ്ട്, സ്നേഹം രണ്ട് കാലിൽ നടന്നാൽ അതാണത്രേ ഭഗവാൻ ശ്രീ സത്യസായി ബാബ. ഒരിക്കൽ ഭഗവാനോട് ചോദിക്കുകയുണ്ടായി ഒരാള്, സ്വാമി, മാനുഷിക മൂല്യങ്ങളെക്കുറിച്ച് ഭഗവാൻ എന്താണ് പറയാനുള്ളത്? സ്വാമി പറഞ്ഞു, എനിക്ക് മാനുഷിക മൂല്യങ്ങളെക്കുറിച്ച് ഒന്നും അറിയില്ല. എനിക്ക് ഒരേ ഒരു മൂല്യം മാത്രമേ അറിയുള്ളൂ. അത് പ്രേമമാണ്, സ്നേഹമാണ്, ലവ് ആണ്. ഭഗവാൻ പറയുന്നു, സ്നേഹത്തിൻ്റെ ഒരു വലിയ അടയാളമാണ് ഗിവിങ് ആൻഡ് ഫോർ ഗിവിങ്, കൊടുക്കലും മാപ്പ് കൊടുക്കലും. ഗിവിങ്ങിൻ്റെ, മറ്റുള്ളവർക്ക് കൊടുക്കുന്നതിൻ്റെ പ്രാധാന്യം എന്താണ്? സ്വാമി എപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കും. അതിന് സ്വാമി ഒരു കാരണം പറഞ്ഞു. ഞാൻ ഇങ്ങനെ കൊടുക്കാനുള്ളത് കാരണം നിങ്ങളും അങ്ങനെ ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ ജീവിതത്തിൽ. സ്വാമിയുടെ സുപ്രസിദ്ധമായ സത്യസായി വാട്ടർ പ്രോജക്റ്റ് രായലസീമയിൽ കുടിവെള്ളമില്ലാതെ കഷ്ടപ്പെടുന്ന ലക്ഷക്കണക്കിന് ആളുകൾക്ക് മറ്റുള്ള ജില്ലകളിലും സ്വാമി വെള്ളം എത്തിച്ചു കൊടുത്തതിന് ശേഷം ലോകത്തിന് തന്നെ മാതൃകയായ ശ്രീ സത്യസായി വാട്ടർ പ്രോജക്റ്റ്, അവിടുത്തെ ഗ്രാമത്തലവന്മാരെ ഭഗവാനെ കാണാൻ വന്നു. ദർശന സമയത്ത് അവരെല്ലാവരും ഉറക്കെ വിളിച്ചു പറഞ്ഞു, തെലുങ്കിൽ വിളിച്ചു പറഞ്ഞു, സ്വാമി താങ്ക് യു സ്വാമി, താങ്ക് യു സ്വാമി, ഒരുപാട് നന്ദിയുണ്ട്. ഭഗവാൻ പറഞ്ഞു, നിങ്ങൾ എന്തിനാണ് എന്നോട് നന്ദി പറയുന്നത്? ഞാൻ വെള്ളം തന്നത് നിങ്ങളുടെ ദാഹം മാറ്റാൻ വേണ്ടിയല്ല, എൻ്റെ ദാഹം മാറ്റാൻ വേണ്ടിയാണ്. അതുകൊണ്ട് ഞാനാണ് നിങ്ങളോട് കടപ്പെട്ടിരിക്കുന്നത്. സ്വാമി പറയുന്ന സ്നേഹം അഗാധമാണ്. ഉദാത്തമായിട്ട് നമുക്കത് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെയാണ് സ്നേഹത്തിൻ്റെ മറ്റൊരു ഭാഗമാണ് ഗ്രാറ്റിറ്റ്യൂഡ്, നന്ദിയുള്ളവരായിരിക്കുക. ഒരിക്കൽ സത്യസായി സെൻട്രൽ ട്രസ്റ്റിൻ്റെ മീറ്റിംഗ് ഒരു വലിയ കുന്നിൻ്റെ മുകളിൽ വെച്ച് നടക്കുകയുണ്ടായി. അവിടെ ഒരു ഗസ്റ്റ് ഹൗസ് ഒക്കെ ഉണ്ട്. കുറേ വർഷങ്ങളൊക്കെ മുമ്പാണ്. സ്വാമിയും ആ മീറ്റിങ്ങിലുണ്ട്. മീറ്റിംഗ് 2 ദിവസത്തെ മീറ്റിംഗ് കഴിഞ്ഞ് എല്ലാവരും താഴേക്ക് ഇറങ്ങി വന്നു. സ്വാമി കാറിൽ കയറി ഭഗവാൻ പെട്ടെന്ന് കാറിൽ നിന്ന് പുറത്തു വന്ന് അവിടെ നിൽക്കുന്ന 2 പോത്തുകളുണ്ട്. ആ പോത്തുകളുടെ പുറത്ത് തലോടിയിട്ട് ഭഗവാൻ പറഞ്ഞു, താങ്ക് യു, ഒരുപാട് നന്ദിയുണ്ട്, താങ്ക് യു, താങ്ക് യു. കാരണം ഇതായിരുന്നു, ആ കുന്നിൻ്റെ മുകളിലേക്ക് വെള്ളം വലിച്ചെത്തിച്ചത് ഈ 2 പോത്തുകളാണ്. ഭഗവാനെ നോക്കിക്കൊണ്ടിരിക്കലാണ് ശരിയായ വിദ്യാഭ്യാസം എന്ന് പറയാറുണ്ട്. വാച്ചിങ് സ്വാമി ഈസ് റിയൽ എഡ്യൂക്കേഷൻ. സ്വാമിയെ നോക്കി, സ്വാമി കാണിച്ചു തരുന്ന പാഠങ്ങൾ പഠിച്ച് അത് ജീവിതത്തിൽ പകർത്തുന്നതാണ് ദ റൈറ്റ് പാത്ത്, ശരിയായ ജീവിതമാർഗം, ദ സായി പാത്ത്. അങ്ങനെ ചെയ്യാൻ സ്വാമി നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ജയ് സായിറാം.